ഇന്നലെ ഇത് എവിടം വരെ പറഞ്ഞത്? പ്രോബ്ലം ചെയ്തോ ഇന്നലെ? ഇവിടം വരെയാണോ പറഞ്ഞത്? ഇക്വേഷൻ വരെയാണോ പറഞ്ഞത്? പ്രോബ്ലം ചെയ്തോ? നോ മാം, ഇല്ല. ഈ ക്ലാസ്സിൽ ഈ സാനിൽ മാത്രമേ ഉള്ളൂ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ, വേറെ ആരും അൺമ്യൂട്ട് ചെയ്ത് പറയാനില്ലേ? പ്രോബ്ലം ചെയ്തിട്ടില്ല മാം. അതൊക്കെ അത് സാനില് ചെയ്തിട്ടില്ല ടീച്ചർ. ആ, നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രം എന്ത് ചോദിച്ചാലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ. So yesterday we studied about flux density, of etc. This comparison പറഞ്ഞിട്ടുണ്ടോ? Comparison between electric and magnetic circuit എന്നല്ല പറഞ്ഞോ? കഴിഞ്ഞ കമ്പാരിസൺ പറഞ്ഞോ എന്നല്ലേ? ഇല്ല. ഈ ഷെഹിന്റെ വീട് എവിടെയാ? മുഹമ്മദ് ഷെഹിൻ. മുഹമ്മദ് ഷെഹിൻ വീട് എവിടെയാ? പത്തിരിപ്പാല. അതുകൊണ്ടാണോ സ്ലാങ് ഇങ്ങനെ? എന്താ മാം? സ്ലാങ് മാറ്റാൻ നോക്കിക്കോട്ടാ. ഓക്കെ. കമ്പാരിസൺ ഇലക്ട്രിക് എന്താ? എന്തേലും പറഞ്ഞോ? ഇല്ല ടീച്ചർ, ക്ലാസ് എടുക്കാം. ഇതുപോലെ പറഞ്ഞാൽ മതി കേട്ടോ. Comparison between electric and magnetic circuit. So there are some similarities and there are some dissimilarities for electric circuits and magnetic circuits. ഒരു സെക്കൻഡ്.
ഓക്കെ ഓക്കെ. സൗണ്ട് ഇല്ലാത്തതല്ല, ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ, സൗണ്ട് ഇല്ലാത്തതല്ല. ഓക്കെ. അറ്റൻഡൻസ് പിന്നെ എടുക്കാം. So, comparison between electric and magnetic circuits, there are some similarities and there are some dissimilarities. Okay. So, electric circuit current എന്ന് പറയുന്നതിന് equivalent ആണ് magnetic circuit flux. Okay. അപ്പൊ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. ഓക്കെ. ഇതില് കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു, അതിന് ഇക്വാലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ്. ഓക്കെ. ഇതിലെ EMF ന് ഇക്വാലന്റ് ആണ് ഇവിടെ MMF. EMF ന് ഇക്വാലന്റ് ആണ് ഇവിടെ MMF. ഓക്കെ. ഇവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇവിടെ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അങ്ങനെ പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നോക്കാം ഓരോന്നായിട്ട്. ദ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ എൻ ഇലക്ട്രിക് current is called electric circuit and the closed path followed by magnetic flux is called a magnetic circuit. ഇപ്പൊ കേൾക്കാലോ അല്ലേ? Yes, okay. Now, in the electric circuit, EMF is the driving force for the flow of current. അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യാൻ EMF, electromotive force ആണ് driving force. In the case of electric circuit, and its unit is volt. MMF is the driving force which establishes magnetic flux in the magnetic circuit. അപ്പം ഇത് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. 5 മാർക്കിന്റെ ചോദിക്കുകയാണെങ്കിൽ 5 കമ്പാരിസൺ, 5 സ്പെസിഫൈഡ് ആയിട്ടുള്ള കമ്പാരിസൺ എഴുതുമ്പോഴാണ് 5 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് എന്തായാലും പഠിക്കണം. നെക്സ്റ്റ്, ഇലക്ട്രിക് സർക്യൂട്ടിൽ കറന്റ് ആണ്. കറന്റ് എന്ന് പറയുന്നത് EMF ബൈ റെസിസ്റ്റൻസ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് MMF ബൈ റിലക്റ്റൻസ്. അതായത് ഇതിലെ EMF-ന് ഇക്വാലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF. ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഇക്വാലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ്. ഓക്കെ. ആൻഡ് ഇവിടെ കറന്റ് ആണെങ്കിൽ ഇവിടെ ഫ്ലക്സ്. നൗ റെസിസ്റ്റൻസ് is resistance opposes the flow of current in the case of electric circuit, and R is equal to rho L by A. നമുക്കറിയാം resistance is directly proportional to the length and inversely proportional to the area of cross section. Okay. But here reluctance is the opposition faced by the magnetic flux in the magnetic circuit, and reluctance is also proportional to length and inversely proportional to area, and S is equal to L divided by mu 0 mu R A. Okay. In the case of electric circuit, conductance എന്ന് പറയുന്നത് 1 by resistance ആണ്. So conductanceന് ഇക്വാലന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിലെ ടേം ആണ് പെർമിയൻസ്. Permeance is equal to 1 by reluctance. Similarly, in electric circuit, conductivity equivalent ആയിട്ടുള്ള magnetic circuit term ആണ് permeability. Conductivity എന്ന് പറയുന്നത് 1 by resistivity ആണ്. Permeability എന്ന് പറയുന്നത് 1 by reluctivity. Next, current density. ഇവിടെ current density ആണ്. Electric circuitലെ current density ആണ്. Magnetic circuitലെ magnetic flux density. Okay. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ. പിന്നെ ഇലക്ട്രിക് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I/R ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ഡ്രോപ്പ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്. MMF ഡ്രോപ്പ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കിർച്ചോഫ്സ് കറന്റ് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും അപ്ലിക്കബിൾ ആണ്. In the case of magnetic circuit, Kirchhoff's MMF law and flux law is applicable. ഇത്രയാണ് സിമിലാരിറ്റീസ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിലൊരു അഞ്ചെണ്ണങ്ങാനൊക്കെ പഠിച്ചു വെക്കുക, 5-6 പഠിച്ചു വെക്കുക, ബാക്കിയെല്ലാം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ 10 മാർക്കിന്റെ ചോദിക്കുകയാണെങ്കിൽ 10 പോയിന്റ് തന്നെ എഴുതേണ്ടി വരും കേട്ടോ. Now, dissimilarities. The electric current actually flows in the electric circuit. Electric circuit electric current actual ആയിട്ട് ഫ്ലോ ചെയ്യും, ബട്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമാജിനറി. ഫ്ലക്സ് ഡസ് നോട്ട് ആക്ച്വലി ഫ്ലോ ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമാജിനറി. ഓക്കെ. ദർ ആർ മെനി മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഗുഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കാര്യത്തിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് ദർ ഇസ് നോ മാഗ്നറ്റിക് ഇൻസുലേറ്റർ. അതായത് എയറിൽ കൂടെ പോലും ഫ്ലക്സ് പാസ് ചെയ്യും. അതുകൊണ്ട് മാഗ്നറ്റിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇല്ല. As flux can pass through all the materials even through the air as well. Okay.
current would not flow through the air until an arc is struck. In the case of electric circuit, okay, flux can pass through the air. Okay, electric circuit air ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യാണ് ചെയ്യുക. But in the case of magnetic circuit, flux can pass through the air. Energy must be supplied to the electric circuit to maintain the flow of current. അതായത് കറന്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ എനർജി സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. In the case of electric circuit, and in the case of magnetic circuit, energy is required to create the magnetic flux, but is not required to maintain it. Create ചെയ്യാൻ വേണ്ടി മാത്രമേ ഫ്ലക്സ് ആവശ്യമുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്ലക്സിന്റെ ആവശ്യമില്ല. ഐ മീൻ എനർജിയുടെ ആവശ്യമില്ല. In the case of electric circuit, electric lines of flux are not closed. Electric lines of flux, electric lines of flux closed അല്ല, but magnetic lines of flux are closed lines ആണ്, parallel to each other ആണ് magnetic lines of flux. Okay, electric flux എന്ന് പറയുന്നത് they start from positive charge and end on negative charge. Magnetic flux എന്ന് പറയുന്നത് starts from north pole and to south pole externally and from south pole to north pole internally. Okay, the resistance and conductance are independent of current density under constant temperature in the case of electric circuit, and in the case of magnetic circuit, reluctance and permeance and permeability depends on the flux density. ഇതിൽ flux density നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇതിൽ current density നെ ഡിപ്പെൻഡന്റ് ആണ്. Okay, the current is reduced to zero after removal of source or EMF. അതായത് EMF നമ്മുടെ സോഴ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് സീറോ ആയി. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു റെസിജ്വൽ ഫ്ലക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, MMF റിമൂവ് ചെയ്താലും അവിടെ ഒരു റെസിജ്വൽ ഫ്ലക്സ് ഉണ്ടായി. ഓക്കെ, ഇനി പ്രോബ്ലംസ് ആണ്. അപ്പൊ കമ്പാരിസൺ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഈസ് എ കോയിൽ ഈസ് wound uniformly with 300 turns over a steel ring. So there is a steel ring is there. It's a steel ring and a coil is wound uniformly. Coil എങ്ങനെ കാണിക്കാം? Oh, okay, sorry. One steel ring is there, magnetic material. One exciting coil is there. This coil is shown like this. Okay, a coil is wound uniformly with 300 turns. So ഇവിടെ here n എന്ന് പറയുന്നത് number of turns, n is equal to എത്രയാണ്? 300. Okay, over a steel ring of relative permeability 90. അതായത് ഈ സ്റ്റീൽ റിംഗിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. അത് ഏതാണ്? mu r. mu r is equal to 900. സ്റ്റീൽ റിംഗിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി 900. ഹാവിംഗ് എ മീൻ സർക്കംഫറൻസ് ഓഫ് 40 സെന്റിമീറ്റർ. മീൻ സർക്കംഫറൻസ് ഓഫ് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദിസ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ സർക്കംഫറൻസ് ആണ് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് മീറ്ററിലേക്ക് അയക്കുക 40 × 10⁻³ മീറ്റർ. 40 എല്ലാ ഇതും മീറ്ററിലേക്ക് ആക്കിയിട്ട് മാറ്റണം. 40 × 10⁻³ മീറ്റർ. ഇതാണ് ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് 40 × 10⁻³ ആണ്. ഓക്കെ, എന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 5 സെന്റിമീറ്റർ സ്ക്വയർ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇത് ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ഏരിയ. അതിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ഏരിയ എത്രയാണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന് മീറ്റർ സ്ക്വയർക്ക് ആക്കുമ്പോൾ 5 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഓക്കെ, 5 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. If the coil has a resistance of 100 ohm, ഈ കോയിലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to 100 ആണ്. ഓക്കെ, and connected to 250 volt DC source, voltage is equal to 250. ഈ V ഉം R യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറന്റ് കണ്ടുപിടിക്കാം. I is equal to V divided by R. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ ഓക്കെ, ചില പ്രോബ്ലത്തിൽ നമുക്ക് ഈ ലെങ്ത്, ഈ സർക്കംഫറൻസ് തരുന്നതിന് പകരം ഇവിടുത്തെ റേഡിയസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡയാമീറ്ററോ ആണ് തരിക. അപ്പൊ നമ്മൾ 2πr വെച്ചിട്ട് നമ്മൾ
ഈ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. സിമിലർലി ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെയും ചിലപ്പോൾ റേഡിയസോ ഡയമീറ്ററോ ഒക്കെ തരും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പൈ ആർ സ്ക്വയർ വെച്ചിട്ട് വേണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ. ഇത് രണ്ടാണ് നമ്മൾ ഇതിൽ മെയിൻലി നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നൗ we have to find first the coil mmf. Coil mmf കാണാനുള്ള ഇക്വേഷൻ എന്താണ്? coil mmf കാണാനുള്ള ഇക്വേഷൻ ആണ് mmf is equal to n into I. അത്രയും ആംബിയർ ടേൺസ്. n into I. n എന്ന് പറയുന്നത് എത്രയാണ്? n എത്രയാണ്? put in chat box. n എത്രയാണ്? 300. Yes, n is equal to 300. n is equal to 300. I we have to calculate. I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് V divided by R. V എത്രയാണ്? 250. 250 divided by റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100. അപ്പൊ 2.5 ആംബിയർ ആണ് I. സോ MMF കാണാൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. MMF എന്ന് പറയുന്നത് N into I. ക്ലിയർ? Is it clear? Yes, okay. Now we have to find the field strength. Field strength എന്ന് പറയുന്നത് H ആണ്. ഇപ്പൊ ഫീൽഡ് സ്ട്രെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഇക്വേഷൻസ് എല്ലാം നന്നായി പഠിക്കണം കേട്ടോ. MMF കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് N into I ആണ്. സെക്കൻഡ് ഇക്വേഷൻ ആണ് H into L. സോ ദിസ് H എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഈ H എന്ന് പറയുന്നത് എന്താണ്? MMF ഡിവൈഡ് ബൈ L അല്ലെങ്കിൽ NI ഡിവൈഡഡ് ബൈ L. NI എന്ന് പറയുന്നത് MMF ഡിവൈഡഡ് ബൈ L. സോ H കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ, ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ക്ലിയർ ആണോ? MMF കാണാനുള്ള രണ്ട് ഇക്വേഷൻ ആണ് NI യും HL ഉം. അതിൽ H കാണാൻ MMF ഡിവൈഡ് ബൈ L അല്ലെങ്കിൽ NI ഡിവൈഡ് ബൈ L. ഓക്കെ, നൗ ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഡിവൈഡ് ബൈ A ആണ്. ഓക്കെ, അതേപോലെ അപ്പൊ ഇതിൽ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു B into A. ഓക്കെ, ഇതിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A തന്നിട്ടുണ്ട്, B തന്നിട്ടില്ല. B കാണാൻ നമ്മൾ വേറെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഫൈ ഈസ് ഈക്വൽ ടു B into A ആണെങ്കിൽ B കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്താണ് B കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? B ഈസ് ഈക്വൽ ടു mu0 mu r h. B is equal to mu0 mu r h. അതിൽ mu0ന്റെ വാല്യൂ എന്താണ്? mu0ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിക്കണം. 4 pi into 10 raised minus 7. mu r റിലേറ്റീവ് പെർമിയബിലിറ്റി ഇതിൽ തന്നിട്ടുണ്ട് 900 അല്ലെ? 900 അല്ല, 900 തന്നിട്ടുണ്ട്. H നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് B കണ്ടുപിടിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? Okay. Now, reluctance of the ring. Reluctance കാണാൻ നമുക്ക് പഠിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നുകിൽ S is equal to L divided by mu0 mu r A വെച്ചിട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് L ലെങ്ത് ആണ്. mu0 എന്ന് പറയുന്നത് 4 pi into 10 raised to minus 7 ആണ്. mu r റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിലക്റ്റൻസ് എന്ന് പറയുന്നത് MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ്. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, നൗ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർമിയൻസ് ആണ്. പെർമിയൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 by റിലക്റ്റൻസ്. പെർമിയൻസ് എന്ന് പറയുന്നത് 1 by reluctance.
ഇപ്പൊ എല്ലാതും ക്ലിയർ ആയല്ലോ. ഇനി ഈ പ്രോബ്ലം ചെയ്തോളൂ, ആൻസർ കണ്ടുപിടിക്കൂ. എല്ലാവരും വേഗം ചെയ്യൂ, വേഗം വേഗം ആൻസർ ഇടൂ കേട്ടോ. അപ്പൊ മാമിന്റെ കട്ടായതുകൊണ്ട് പറഞ്ഞത് ഫുൾ കേട്ടില്ല. ഏത് പറഞ്ഞത് കേട്ടില്ല? ഷെഹീൻ, ഷെഹീൻ ഏതാ ഈ പ്രോബ്ലം ഒന്നും പറഞ്ഞത് കേട്ടില്ല? ഷെഹീൻ, അത് ഞാൻ വോയിസ് പറഞ്ഞതാ. ഫ്ലക്സ് മുതൽ കേട്ടില്ല. ഓക്കെ, ഫ്ലക്സ് മുതൽ ഒന്നുകൂടി പറയാം ഞാൻ. ഫ്ലക്സ് എന്ന് പറയുന്നത്, ഫ്ലക്സ് കണ്ടുപിടിക്കാൻ, അതായത് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഫൈ ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫൈ ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ആണ്. ബി ഇസ് ഈക്വൽ ടു ആണ് ഫൈ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, അപ്പൊ ഫൈ കണ്ടുപിടിക്കാൻ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ബി ഇൻറ്റു എ. ബി ഇൻറ്റു എ. ഓക്കെ, അപ്പൊ ഇനി ഇതില് ബി എന്താണെന്നുള്ളത് എഴുതണം. ഈ ബി 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 എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ എച്ച്. ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ എച്ച്. മ്യൂ 0 എന്ന് പറയുന്നത് 4 × 10⁻⁷. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി. എച്ച് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത്. എച്ച് ഈസ് ഈക്വൽ ടു MM ഡിവൈഡ് ബൈ എൽ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ, റിലക്റ്റൻസ് കാണാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ എസ് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ 0 മ്യൂ ആർ എ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർമിയൻസ് ആണ്. പെർമിയൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർമിയൻസ് എന്ന് പറയുന്നത് 1 ബൈ റിലക്റ്റൻസ്. പെർമിയൻസ് എന്ന് പറയുന്നത് 1 ബൈ റിലക്റ്റൻസ്. ഇപ്പൊ ക്ലിയർ ആയോ ഷെഹീൻ? ഷെഹീൻ, യെസ്. ഈ പ്രോബ്ലം ചെയ്തോളൂ. പ്രോബ്ലം ചെയ്യൂട്ടോ. അരുൺ സുരേഷ് ഇല്ല? അരുൺ സുരേഷ് ഉണ്ടല്ലോ. ഉണ്ടോ? ഓക്കെ, ആറ് വിട്ടുപോയതാ. അരുണത്തെ 6 വിട്ടുപോയതാ. എവിടെ വിട്ടു? ഇത് ഞാൻ അറ്റൻഡൻസ് എടുത്തതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപർണാസി, ഓ അരുണിന്റെ 6 വിട്ടു പോയതാണ്. മുഹമ്മദ് ഷഹീർ ഇല്ല അല്ലെ?
രാഹുൽ ഇല്ലേ? രാഹുൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രാഹുൽ രാഹുൽ തന്നെ ഇല്ല. രാഹുൽ ആൻഡ് മുഹമ്മദ് ഷഹീർ ആബ്സെന്റ് അല്ലേ? ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? MMF എത്ര കിട്ടി? MMF എത്ര കിട്ടി? നിങ്ങൾ വേഗം ചെയ്യൂട്ടോ. കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ് കുറച്ച് ലാഗാണ്. നമുക്ക് കുറച്ച് സാറ്റർഡേ നഷ്ടപ്പെട്ടത് കൊണ്ട്. എക്സാം 25th എക്സാം ആണ്. ഫസ്റ്റ് ഇന്റേണൽ എക്സാം 25th ആണ്. 750 കോയിൽ MMF എന്ന് പറയുന്നത് 750 ആംബിയർ ടേൺസ്. യൂണിറ്റ് എഴുതണം. 750 ആംബിയർ ടേൺസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എത്ര കിട്ടിയത്? 750 ആംബിയർ ടേൺസ്. കിട്ടാത്തവരും ഇവിടെ നോക്കുക. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. MMF എന്ന് പറയുന്നത് N×I ആണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് 300. I കാണാൻ I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R. V 250 തന്നിട്ടുണ്ട്, R 100 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ MMF 750 ആംബിയർ ടേൺസ് കിട്ടും. ഓക്കെ. നൗ ഫീൽഡ് സ്ട്രെങ്ത് എത്ര കിട്ടിയേ? L ആണ് സർക്കംഫറൻസ്. L എന്ന് പറയുന്നതാണ് സർക്കംഫറൻസ്. സർക്കംഫറൻസ് എത്ര തന്നിരിക്കണ? 40 സെന്റിമീറ്റർ. അതായത് 40 × 10⁻². മീറ്റർ. യെസ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അക്ഷയ് കൃഷ്ണ പറഞ്ഞത് ശരിയാണ്. H = 1875 ആംബിയർ ടേൺസ് പെർ മീറ്റർ കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹരികൃഷ്ണൻ. ഓക്കെ, H ആണ്. H കാണാൻ നമുക്കറിയാം MMF എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ് NI which is equal to HL. So മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H എന്ന് പറയുന്നത് MMF ഡിവൈഡഡ് ബൈ L ആണ്, അല്ലെങ്കിൽ NI ഡിവൈഡഡ് ബൈ L. So 1875 ആംബിയർ ടേൺസ് പെർ മീറ്റർ. 1875 ആംബിയർ ടേൺസ് പെർ മീറ്റർ. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ഫ്ലക്സ്. ഫ്ലക്സ് എത്ര കിട്ടിയത്? ക്ലിയർ. ഓക്കെ, ഫ്ലക്സ് 843.75 അല്ലല്ലോ ഫ്ലക്സ്. അതെങ്ങനെ കിട്ടിയത്? ഫ്ലക്സ് കണ്ടുപിടിക്കാൻ, അതായത് ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. B ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി B ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ A ആണ്. അതിൽ 5 ഈസ് ഈക്വൽ ടു B ഇൻറ്റു A ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ 5 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് 5 × 10⁻⁴ മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്ക് വേറെ ഇക്വേഷൻ എഴുതണം. B ഈസ് ഈക്വൽ ടു μ0 μr H. എയുടെ വാല്യൂ ആണ് എത്ര? 5 × 10⁻⁴ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, B ഈസ് ഈക്വൽ ടു μ0 μr H ആണ്. അതിൽ μ0 എന്ന് പറയുന്നത് എന്താണ്? 4π × 10⁻⁷ μ0ന്റെ വാല്യൂ. μr എത്രയാണ്?
റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ 900. എച്ച് എത്രയാണ്? എച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1875. ഇങ്ങനെയാണ് ചെയ്യാം. മനസ്സിലായോ ഹരികൃഷ്ണൻ? ഹരികൃഷ്ണൻ ഓക്കെ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സ് 10.6 ഇൻറ്റു 10⁻⁻⁴ വെബർ വരും. എപ്പോഴും ഇത് മില്ലി വെബറിൽ എഴുതുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അതായത് ഇത് 1.06 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഇതിന് മില്ലി വെബറിൽ എഴുതുന്നതാണ് നല്ലത്. അതായത് കറക്റ്റ് ചെയ്യുമ്പോൾ മില്ലി വെബറിലാണ് നമ്മൾ നോക്കുക. 1.06 മില്ലി വെബർ. ഓക്കെ, അപ്പൊ അതിനെ മില്ലി വെബറിൽ എഴുതാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നല്ല, ചിലപ്പോൾ പെട്ടെന്ന് ഒരു ടീച്ചർ നോക്കുമ്പോൾ 1.06 10.6 അങ്ങനെ ചിലപ്പോ മാറ്റം വരാം. അതുകൊണ്ട് മില്ലി വെബറിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നല്ലത് ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സ് അപ്പൊ ഇനി ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണം. ഞാൻ റിലക്റ്റൻസ് എത്ര കിട്ടി? റിലക്റ്റൻസ് എന്ന് പറയുന്നത് MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് ആണ്. ഇപ്പൊ MMF നമുക്കറിയാം 750, ഫ്ലക്സ് എന്ന് പറയുന്നത് 1.06 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ 10.6 ഇൻറ്റു 10⁻⁴. അപ്പൊ റിലക്റ്റൻസ് 70.75 ഇൻറ്റു 10⁻⁴ ആംബിയർ ടേൺസ് പെർ വെബർ കിട്ടും. പെർമിയൻസ് എന്ന് പറയുന്നത് 1 റിലക്റ്റൻസ് ആണ്. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ആണ്? ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അത് കഴിഞ്ഞവര് ഈ പ്രോബ്ലം ചെയ്യാം. ഇത് ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല, ഈ ക്വസ്റ്റ്യനില് what will be the current passing through the ring? We have to find I. Notes send ചെയ്യാം. What will be the current passing through the ring shaped air core coil when number of turns 800? N തന്നിട്ടുണ്ട്, N 800 ആണ്. And ampere turns 3200. ഈ ആംബിയർ ടേൺസ് എന്ന് പറഞ്ഞത് എന്തുവാ? ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് എന്താ? ആംബിയർ ടേൺസ് എന്തിന്റെ യൂണിറ്റ് ആണ്? MMF-ന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഈ ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് MMF ആണ്. MMF ഈസ് ഈക്വൽ ടു 3200. അപ്പൊ I കണ്ടുപിടിക്കാലോ. അപ്പൊ I ഈസ് ഈക്വൽ ടു എന്താണ്? I ഈസ് ഈക്വൽ ടു നമുക്കറിയാം MMF എന്ന് പറയുന്നത് N ഇൻറ്റു I ആണ്. N ഇൻറ്റു I. So I ഈസ് ഈക്വൽ ടു MMF ഡിവൈഡഡ് ബൈ N. MMF ഡിവൈഡ് ബൈ. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് എല്ലാം നന്നായി പഠിക്കുക. അപ്പോഴാണ് നെക്സ്റ്റ് പോർഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, നോട്ട്സ് തന്നെ സെൻഡ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിപ്പോ കട്ടാവും, അതുകൊണ്ടാണ് നെക്സ്റ്റ് പോർഷൻ എടുക്കാത്തത്. മൊഡ്യൂൾ 1 എല്ലാ നോട്ടും കിട്ടിയിട്ടില്ലേ എല്ലാവർക്കും?
മൊഡ്യൂൾ 1 എല്ലാ നോട്ടും കിട്ടിയില്ലേ? ഓക്കെ. ഇന്നത്തെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈ 3.14 ആണ്. അതെ, പൈ 3.14 ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. യെസ്. ഏത് പയ്യ എപ്പോഴും യൂസ് ചെയ്ത? സീരീസ് എക്സാമിന് 2 മൊഡ്യൂൾ ഫുൾ ഉണ്ടാവില്ല, 1.5 മൊഡ്യൂൾ 50% ആണ് ഉണ്ടാവുക. നമുക്ക് 3 മൊഡ്യൂൾസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ 1.5 മൊഡ്യൂൾസ് ആണ് സീരീസ് ഉണ്ടാവുക. ഷെഹീൻ 3.14 ആണ് പൈ, പക്ഷെ കഴിഞ്ഞ 4 പൈ. യെസ് 3.14 ആണ്. ഓക്കെ ആണ്. 1.5 മൊഡ്യൂൾ ആണ് ഉണ്ടാവുക. CS മാത്രം കുറച്ച് ലാഗാണ്.